ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഷോപ്പിംഗ് ആൻഡ് പാക്കിംഗ് കണ്ടു. അപ്പം ഇന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് പോവുകയാണ്. ഇന്നാണ് ആക്ച്വലി ട്രാവൽ ഡേ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വർക്കിംഗ് ആയിരുന്നു. രാവിലെ എണീറ്റു, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സിറിൽസിനോടൊക്കെ ഒരു പുച്ഛമായിരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഒരു മാസത്തേക്ക് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കാൻ പോകുന്നത്. പക്ഷെ തിരിച്ച് വന്ന് വീണ്ടും ഈ ഒരു റുട്ടീൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഞാൻ പുച്ഛിക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് പുച്ഛിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ വർക്ക് ചെയ്തു. വർക്കിങ്ങിലായിരുന്നു, അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്കും ഫുഡൊക്കെ കഴിച്ചു. നിറച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഡംപ് ചെയ്തു. പിന്നെ നമ്മൾ വീട്ടിൽ ക്യാമറാസൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചാർജ് ചെയ്ത് ഫിറ്റ് ചെയ്യണം. അതൊക്കെ വിശാഖായിരുന്നു അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കൂടുതൽ ക്ലീനിങ് കാര്യങ്ങളിലേക്കൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഫുൾ വീടൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഊബർ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ നേരെ ലണ്ടൻ സെൻറ്റ് പൻക്രസ് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് രാത്രിയിലാണ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പം ഞാൻ ത്രൂ ഔട്ട് ജേണി കാണിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ എന്തായാലും എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കുഞ്ഞു വീഡിയോസൊക്കെ എടുക്കുന്നുള്ളൂ. പിന്നെ കൂടുതലും നമ്മൾ ഇന്ത്യയിൽ എത്തിയിട്ടുള്ള വീഡിയോ ആയിരിക്കും കാണാനായിട്ട് പോകുന്നത്. സോ എൻഡ് വരെ കാണുക ആൻഡ് എൻജോയ്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ മറന്നുപോയി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ജസ്റ്റ് ഒരു മാക്സി കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോൾ കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചത്. ആൻഡ് സെയിലിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പം നമുക്കിനി ക്യാബ് വിളിച്ചിട്ട് പോകാം. ബാക്കി ശേഷം സ്ക്രീനിൽ കാണാം. സംഭവബഹുലമായിട്ടുള്ള യാത്രയായിരുന്നു എയർപോർട്ടിലേക്കുള്ള യാത്ര. നമ്മൾ ക്യാബ് വിളിച്ചിട്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ബ്ലോക്ക് കാരണം ട്രെയിൻ മിസ്സായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഊബർ എടുത്തിട്ട് എയർപോർട്ട് വരെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഊബറും ബ്ലോക്കിൽ പെട്ടിട്ട് അവസാനം നമ്മൾ ഊബറിൽ നിന്ന് ഇറങ്ങി വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ എയർപോർട്ടിലെത്തിയത്. നമ്മുടെ ഏരിയയിൽ എന്തോ ഫയറോ ആക്സിഡൻറ്റോ നടന്നിട്ട് ഫുൾ ബ്ലോക്കായിരുന്നു. 2 മണിക്കൂറത്തെ എങ്ങാണ്ടോ ബ്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാബിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ട്രെയിൻ റീബുക്ക് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് തന്നെ മിസ്സായേനെ. ഒരു ഭയങ്കര മുൾമുനയിൽ നിൽക്കുന്ന ഒരു ജേണി ആയിരുന്നു. നല്ല ടെൻഷൻ അടിച്ചു. നമ്മളിവിടെ വന്ന് നമുക്ക് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചാണെങ്കിൽ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ നടന്ന അവസാനം നമ്മൾ കറക്റ്റ് ടൈമിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്ലൈറ്റ് മിസ്സൊന്നും ആയില്ല. നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവാണ്. നമ്മളിതാ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. ഇതാ വിശാഖ് ഭയങ്കര ടയേർഡായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറ. അവർ ഉറക്കെ പറ. ഹെഡ്ഫോണുണ്ട്. അതിനകത്തിൽ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഇയർബഡ്സും ഐ മാസ്കും ഒക്കെയാണെന്ന് തോന്നുന്നു അല്ലേ. ചെറിയൊരു സാനിറ്ററി കിറ്റുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ് ഉണ്ട് ആൻഡ് പില്ലോ. അങ്ങനെ കുറേ ടെൻഷൻ അടിച്ചെങ്കിലും അവസാനം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. കാഴ്ചകളൊക്കെ കണ്ട് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച മിസ്റ്റർ ഹസ്ബൻഡിന് ഇത്തവണ കിട്ടിയ വ്യൂ ഇതായിരുന്നു. പുള്ളിക്കാരൻ വിൻഡോയിൽ നിന്ന് വെള്ളോട്ട് നോക്കിയ വിമാനത്തിൻ്റെ ചിറക് മാത്രമേ കാണുന്നുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ചമ്മി അടപ്പ് തെറിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അബുദാബിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെജ് ഫുഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൈസും കുറുമയും പിന്നെ കുറച്ച് സ്വീറ്റ്സും അങ്ങനെയൊക്കെയായിരുന്നു, ഡെസേർട്ട്സ് ഐറ്റംസും ഒക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി അബുദാബിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സാവുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ. ആകെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെറും 45 മിനിറ്റ്സ് ആയിരുന്നു. നമ്മളിങ്ങനെ ഓടി ഫ്ലൈറ്റിലോട്ട് കയറാമെന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മൾ ലണ്ടനിൽ നിന്ന് തുടങ്ങിയ ഓട്ടം കൊച്ചിയിൽ വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിർത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഫ്ലൈറ്റിൽ നമ്മുടെ ലണ്ടൻ ടു UAE ഫ്ലൈറ്റ് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഓക്കെ ആയിരുന്നു. പക്ഷേ അതിനിടയിലുള്ള ഓട്ടങ്ങളായിരുന്നു സഹിക്കാൻ പറ്റാതിരുന്നത്. അതിനിടയിൽ നമ്മൾ ഊണോ കാർഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ ഊണോ കാർഡ്സൊക്കെ കളിച്ചു. നമ്മുടെ അടുത്തിരുന്ന് ഒരു അങ്കിളിനെ പരിചയപ്പെട്ടിട്ട് പുള്ളിക്കാരൻ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കാർഡ്സൊക്കെ കളിക്കാനായിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ
ഫ്ലൈറ്റ് ഒന്നും മിസ്സാവാതെ നമ്മൾ കൊച്ചിയിലെത്തി. ലണ്ടനിൽ നമ്മുടെ ഫ്ലൈറ്റിൽ കൂടെ ഉണ്ടായിരുന്ന കുറേ പേർക്കൊക്കെ ഫ്ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിട്ട് അവർക്ക് നെക്സ്റ്റ് ഡേയിലേക്കായിരുന്നു കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. പക്ഷെ നമുക്ക് എന്തായാലും ഭാഗ്യത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അനിയൻ കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അനിയനെ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മുടെ പെട്ടിയെല്ലാം എടുക്കണം. ഒരു വലിയൊരു ലോങ് ജേണി ആയിരുന്നു ഗൈസ്. ലണ്ടനിൽ നിന്ന് തുടങ്ങിയ ഓട്ടമാണ്. ഇതാ ആനയൊക്കെ കണ്ടു. അപ്പോൾ ലണ്ടനിൽ നിന്ന് തുടങ്ങിയ ഓട്ടമാണ്. നമ്മൾ ഇതാ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെന്ന് ശാന്തമായത്. ഒട്ടും സുഖകരമല്ലാത്ത ജേണി ആയിരുന്നു ഗൈസ്. എന്തായാലും നമ്മൾ നാട്ടിൽ എത്തി. 1.5 വർഷത്തിന് ശേഷം നമ്മൾ നാട്ടിലെത്തി. യെസ്. അപ്പോൾ ഇനിയും വേറെ പരിപാടിയൊന്നുമില്ല. അനിയനെ കാണണം, പോകണം. ഓക്കെ, സീ യു. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയൻ പുറത്ത് ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഒരു 1/2 hours മുന്നേ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആ ഫീലിംഗ് ഒക്കെ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫൈനലി നമ്മൾ ഒന്നായില്ലേ? അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു മൊമെൻറ്റിലേക്ക് തിരിച്ചൊന്നുകൂടെ പോകാനായിട്ട് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഇനിയിപ്പം എന്തെങ്കിലും ഒരു ചായയോ സ്നാക്സോ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നമുക്ക് ഗംഭീരം ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമ്മൾ വേറെ ഹോട്ടലിൽ നിന്നും കയറുന്നില്ല. അടുത്തുള്ള ഒരു കടയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. ഏത്തക്കാപ്പുണ്ടോ? പഴംപൊരി അറ്റാക്ക് കഴിച്ചോ? വീഡിയോ എടുക്കുന്നുണ്ട്. UK കൊച്ചി വരെ എത്തുന്നതിനെക്കാട്ടിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ വീട് വരെയുള്ള യാത്ര. നല്ല ടയേർഡായിട്ട് തോന്നി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ജ്യൂസും കാപ്പിയും ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യാത്ര ചെയ്തൊരു 4 മണിക്കൂറത്തോളം യാത്രയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു രാത്രി ആവാറായി വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. അതിനിടയ്ക്ക് അമ്മമാരിങ്ങനെ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എത്താറായോ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ചങ്ങനാശ്ശേരി എത്തിയപ്പോഴത്തേക്ക് ഒരു സന്തോഷം തോന്നി. ഇനിയിപ്പം വീടെത്താൻ അധിക സമയമില്ലല്ലോ എന്നോർത്തു കേട്ടോ.
സിനിമയിലെ പോലെ പക്ഷെ നല്ല പ്രായമുണ്ട് ഇവന്റെ അപ്പൂപ്പനാ ഫുള്ള് ഡൈയാ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മ സെറ്റ് കൊടുത്ത് റെഡി ആയിരിക്കുക. ആണോ? അച്ഛൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതെന്തിനാ ഇവിടെ ആദ്യം വന്നു? ഇവിടെ അല്ലേ ആദ്യം വരുന്നത്? അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അയ്യോ അത് ശരി. ഞങ്ങൾ വിചാരിച്ച അമ്മയ്ക്ക് വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഇനി പോരേന്നൊക്കെ പറഞ്ഞു. ചേട്ടനെ മരുന്ന് കഴിക്കണ്ടേ, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പം ചേട്ടന് ദോശ കഴിച്ചു. അപ്പൊ ഞാനും 2 ദോശ കഴിച്ചു. ഇവന്റെ കപ്പ് എന്തിയെ? ഇവന്റെ കപ്പ് അത് പൊട്ടിപ്പോയാലോ വിചാരിച്ചു കൊണ്ടുവല്ലേ. വണ്ടി നമ്പർ 2. പ്രത്യേക സമയങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമാണ് അല്ലേ? ഞാനിവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഇവിടെ മൊത്തം കാറായിരിക്കും. ഇവർ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. എൻ്റെയും വിശാഖിൻ്റെയും വീട് ഏകദേശം തൊട്ടടുക്ക തന്നെയാണ്. അത് കാരണം ഞങ്ങൾ വണ്ടി വിട്ടതിൻ്റെ തൊട്ട് പുറമിന് തന്നെ അച്ഛനും അമ്മയും വണ്ടി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് അവിടെ ഉണ്ടാക്കിയ ഫുഡും പായസവും സുഖിയനും ഒക്കെ ആയിട്ടായിരുന്നു അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ കൈ കാണുന്ന 2 പാത്രത്തിലും നിറയെ സുഖിയനും പായസമൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുറത്തുള്ള കസിൻസും വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനും ഏടത്തിയും പേരമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയും വന്ന് തന്നെ കണ്ടു. നല്ല രസമായിരുന്നു രാത്രിയിൽ. പിന്നെ നമ്മൾ വന്ന് ടയേർഡ് ആവണ്ട, ഒരുപാട് ടയേർഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ കുറച്ച് നേരം സംസാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതായിരുന്നു. ചക്കക്കൂട്ടാനായിരുന്നു ഫുള്ളും. ചക്കത്തോരനും ചക്കപ്പുളിങ്കറിയും ഒക്കെ ആയിരുന്നു. പിന്നെ പായസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസം ഇങ്ങനെ അങ്ങ് അവസാനിച്ചു. നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പെട്ടി പൊട്ടിക്കൽ കാലേ വീണ് നമസ്കരിക്കും. എന്നാ ഞാൻ പിടിക്കാം അച്ഛന്ന്. വേണ്ട അങ്ങനെയൊക്കെയാണ്. ഒരു ലോഡ് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോരോ പെട്ടിയിലാക്കി റെഡിയാക്കി വെക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കണമല്ലോ, ആർക്കും തികയാതെയും പോകരുത്. അതിന് വേണ്ടി നമ്മളെല്ലാം റെഡിയാക്കി വെക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ ചെയ്തു. അല്ലെങ്കിൽ ചോക്ലേറ്റ്സൊക്കെ അലിഞ്ഞ് വല്ലാണ്ടാവുമായിരുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി. അവിടെ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. കാല വീട്. അയ്യോ ഇതും ഉണ്ടായിരുന്നു.